ഇന്നത്തെ തലമുറയിൽ കാണപ്പെടുന്ന സങ്കടകരമായും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അപ്പനും അമ്മയും നോക്കാൻ പറ്റില്ല എന്ന ഒറ്റ വാക്കിൽ തീരുന്ന ഒരു ജീവിതം. അപ്പനെയും അമ്മയും വേണ്ട, ഞാനും എൻ്റെ ഭാര്യയും മക്കളും മതി എന്ന് പറയുന്ന തലമുറയെ ഒന്ന് ഓർത്തുകൊള്ളുക. നീയും വൃദ്ധനാകും, വൃദ്ധയാകും. ഇപ്പോൾ നീ അഹങ്കരിക്കും. എനിക്ക് ആരോഗ്യമുണ്ട്, എല്ലാവരുമുണ്ട്, എനിക്ക് പണമുണ്ട്, പദവിയുണ്ട്, ഒന്നിനും പേടിക്കണ്ട എന്ന് നിനക്ക് തോന്നുമായിരിക്കും. പൊന്നു സഹോദര സഹോദരി, ഇങ്ങനെ കിടക്കുന്നവർ ഒരു കാലത്ത് പണവും പദവിയും ആൾബന്ധങ്ങളും ഉള്ളവരായിരുന്നു. ചിലപ്പോൾ പണവും പദവിയും ഒന്നുമില്ലാത്തവരായിരിക്കാം. എന്നിട്ടും കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ അവർ കരയുന്നുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ബന്ധങ്ങൾ എവിടെ പോയി? തിരിഞ്ഞു നോക്കുന്നില്ല ആരും. അവരെ കവിൾത്തടങ്ങളിലൂടെ വരുന്ന കണ്ണുനീർ അത് വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ വളർത്തി വലുതാക്കിയ അപ്പനെ അമ്മയെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ കടന്നു വന്നേക്കാം. ആൾബന്ധങ്ങളും ആൾ ബലങ്ങളും എല്ലാം ഉണ്ടായിട്ടും കിടക്കൽ കിടന്നുകൊണ്ട് കരയുന്ന ഇപ്പോഴത്തെ അപ്പനെയും അമ്മയും കാണുമ്പോൾ വളരെ സങ്കടവും ദുഃഖവും തോന്നാറുണ്ട്. ഒരു കാലത്ത് നിന്റെ വളർച്ചയെ കൂടെ നിന്നവർ, നിന്റെ തളർച്ചയെ കൂടെ നിന്നവർ, നീ കരയുമ്പോൾ നിന്റെ കൂടെ കരഞ്ഞവർ, നിന്നെ ചേർത്ത് പിടിച്ചവർ അപ്പനും അമ്മയും, നീ വലുതായി നിന്റെ കാര്യങ്ങൾ നോക്കുവാൻ നിനക്ക് പ്രാപ്തി വന്നപ്പോൾ നിനക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു തന്നു. ആ അപ്പനും അമ്മയും അവർ പ്രായമായി കഴിഞ്ഞപ്പോൾ അവർ വേസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരെ നോക്കുവാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന തലമുറയെ ഇങ്ങനെ നിന്റെ അപ്പനും അമ്മയും പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അപ്പോൾ മുകളിൽ പറഞ്ഞത് ഓർക്കുക. നീയും വൃദ്ധയാവും, വൃദ്ധനാവും. നിന്റെ കൈപിടിച്ച് നടത്തുവാൻ, നിന്റെ പ്രാഥമിക കാര്യങ്ങൾ വരെ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം കടന്നു വരുമ്പോൾ ഒരാൾ നിന്റെ കൂടെ വേണ്ടി വരും. ചിലപ്പോൾ നീ അവഗണിച്ചവരായിരിക്കാം, നീ പറഞ്ഞവരായിരിക്കാം നിനക്ക് സഹായമായി വരുന്നത്. അതുകൊണ്ട് ആരെയും അവഗണിക്കരുത്, ആരെയും പഴി പറയരുത്. ആരാണ് അവസാനം നിനക്ക് തുണയായി വരുന്നതെന്ന് നിനക്കറിയില്ല, തമ്പുരാന് മാത്രം അറിയാം. അപ്പന് അമ്മയെയും നോക്കുക, അത് നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരും. നിനക്ക് വയ്യാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ നിനക്ക് ആരെങ്കിലും തമ്പുരാൻ തുണയായി തരും. തീർച്ചയായും അങ്ങനെ തന്നെ തമ്പുരാൻ ചെയ്യും. എഫെസ്യർ 6-2-3 വാക്യം, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടിയുള്ള ആദ്യ കൽപ്പനയാകുന്നു. ഇത് ദൈവവചനമാണ്. വചനം പറയുന്നു അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അത് നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരും. നീ അതിന്റെ കൂടെ പോകണ്ട. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.